ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 6 ജീവൻ്റെ കുഞ്ഞറകൾ. ഇതിലാദ്യമേ കുട്ടികൾ കളിക്കുന്ന കളിവീടിൻ്റെ പിക്ചറും പിന്നെ നമ്മുടെ വീടിൻ്റെ അത് നിർമ്മിക്കുന്നതിൻ്റെ പിക്ചറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോശങ്ങൾ നോക്കാം. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്താണ്? കോശങ്ങൾ എന്നാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റും ഉണ്ടല്ലോ. അവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. വീട് പണിയാൻ ഉപയോഗിക്കുന്ന കട്ടയും കളിവീടുണ്ടാക്കാൻ കുട്ടി ഉപയോഗിച്ച വ്യത്യസ്ത നിറത്തിലുള്ള കട്ടയും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അതിൻ്റെ സവിശേഷതകളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. എന്നാൽ കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ? ഇല്ല. കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ നിരീക്ഷിക്കുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പം മൈക്രോസ്കോപ്പിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ഐ പീസ് ഉണ്ട്, നോബുകളുണ്ട്, പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, ക്ലിപ്പുകൾ, പിന്നെ കണ്ടൻസർ, പിന്നെന്താണ് മിറർ. ഇത്രയാണ് ഭാഗങ്ങൾ. ഇനി കോശങ്ങൾ നിർമ്മിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കോശങ്ങൾ അനായാസം എടുക്കാൻ പറ്റുന്ന ഒരു ശരീരഭാഗമാണ് കവിളിലെ കോശത്തിനെ എടുത്തിട്ട് അത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്ന നിരീക്ഷണമാണ് ഇതിൽ പറയുന്നത്. റോബർട്ട് ഹുക്ക്. ആരാണ് റോബർട്ട് ഹുക്ക്? 1665 റോബർട്ട് ഹൂക്കാണ് കോശം കണ്ടെത്തിയത്. 1665 റോബർട്ട് ഹൂക്കാണ്. ഓക്ക് മരത്തിൽ നിന്ന് എടുത്ത കോർക്കിൻ്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. അതിൽ ചെറിയ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. ഇന്ന് നമ്മൾ അതിനെ കോശം എന്ന് വിളിക്കുന്നു. ഇനി നോക്ക്, ഇതിൽ കുറേ ജീവികളുടെ ഇതാണ് കൊടുത്തേക്കുന്നത്. പാരമീസിയ, യുഗ്ലീന, അമീബ. അതൊരു പരീക്ഷണമാണ് കൊടുത്തേക്കുന്നത്. ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് നമുക്കവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്. അത് ഏതൊക്കെയാണ്? അമീബ, പാരമീസിയ, യുഗ്ലീന, ഇതൊക്കെ സൂക്ഷ്മജീവികളല്ലേ. അതാണ് ഏകകോശ ജീവികൾ. അവയ്ക്ക് ഒരു കോശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഇനി ബഹുകോശ ജീവികളുണ്ട്. ഈ താഴെ കാണിക്കുന്ന പിക്ചറിലുള്ളതൊക്കെ ബഹുകോശ ജീവികളാണ്, നമ്മൾ മനുഷ്യരുൾപ്പെടെ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരിക്കും? ഒരു കോശം മാത്രമുള്ള ജീവിയാണ് ഏകകോശ ജീവികൾ. ഒന്നിലധികം ശരീരമുള്ളതാണ് ബഹുകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് ഏകകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റില്ല. മറ്റ് ബഹുകോശ ജീവികളെ ധാരാളം കോശങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഏകകോശ ജീവികൾക്ക് എക്സാമ്പിളാണ് അമീബ, പാരമീസിയ, യുഗ്ലീന എന്നിവയൊക്കെ എന്നീ സൂക്ഷ്മജീവികൾ. ഇനി ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ് ജന്തുക്കൾ, സസ്യങ്ങൾ, മനുഷ്യർ. അതൊക്കെ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ചലനമുണ്ട്, പോഷണമുണ്ട്, ശ്വസനം. ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ടോ? ഉണ്ട്. ഏകകോശ ജീവികൾ, അത് ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും നമ്മൾ മുമ്പേ പറഞ്ഞത്, അതിൻ്റെ ഡിഫറൻസ്. ഇനി അതിൻ്റെ കോശത്തിൻ്റെ ഉള്ളിലേക്ക് എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഓരോന്നിൻ്റെ ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികളിലെ കോശങ്ങളൊക്കെ അവർ നോക്കും, മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പം എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്. കോശദ്രവ്യമുണ്ട്. ജന്തുകോശത്തിലുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, ഫേനം, ന്യൂക്ലിയസ്, പിന്നെ റൈബോസോം, മൈറ്റോകോൺട്രിയോൺ, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തൊക്കെയാണ്? കോശസ്തരം, കോശദ്രവ്യം, ഫേനം, ന്യൂക്ലിയസ്, റൈബോസോം, മൈറ്റോകോൺട്രിയൻ, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും നോക്കാം. എന്തൊക്കെയാണ്? ആദ്യത്തേത് കോശസ്തരം. കോശത്തിനെ ആവരണം ചെയ്യുന്നതാണ് അതിൻ്റെ ധർമ്മം എന്നാണ്. കോശദ്രവ്യം എന്താണ്? ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. ന്യൂക്ലിയസോ കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. ഫേനം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നതാണ് ഫേനം. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നതാണ് ഫേനം. റൈബോസോം എന്താണ്? പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഭാഗമാണ് റൈബോസോം. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് റൈബോസോം. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? കോശത്തിനുള്ളിൽ സഞ്ചാരപാതയായി വർത്തിക്കുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി മൈറ്റോകോൺട്രിയൻ എന്താണ്? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് മൈറ്റോകോൺട്രിയൻ. മൈറ്റോകോൺട്രിയൻ ആണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ധർമ്മം പറഞ്ഞിട്ടുണ്ട്. കോശസ്തരത്തിൻ്റെ ധർമ്മം എന്താണ്? കോശത്തിനെ ആവരണം ചെയ്യുന്നത് ഏത് ഭാഗമാണ്? കോശസ്തരമാണ്. കോശദ്രവ്യം, ന്യൂക്ലിയസ് ഒഴികെ കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. ഈ ന്യൂക്ലിയസ് എന്താണ്? കോശത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. ഫേനം എന്താണ്? ലവണം, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നത് ഫേനമാണ്. റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഏതാണ്? റൈബോസോം. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി വർത്തിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിലെ ഉള്ളിലെ സഞ്ചാരപാതയായിട്ട് വർത്തിക്കുന്നത്. മൈറ്റോകോൺട്രിയൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇതാണ് ജന്തുകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഇനി അടുത്ത് സസ്യകോശങ്ങളാണ്. സസ്യകോശങ്ങളിൽ നോക്കാം എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, കോശഭിത്തിയുണ്ട്, കോശദ്രവ്യമുണ്ട്, പിന്നെ റൈബോസോം, കോശസ്തരം, ഫേനം, ക്ലോറോപ്ലാസ്റ്റ്. എന്തൊക്കെയാണ്? ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശഭിത്തി, കോശദ്രവ്യം, റൈബോസോം, കോശസ്തരം, ഫേനം, ക്ലോറോപ്ലാസ്റ്റ്. ഇനി സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങൾ ഏതൊക്കെയാണ്? കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണവുമാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വേറിട്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. കോശഭിത്തി എന്ന് വെച്ചാൽ കോശത്തെ സംരക്ഷിക്കുന്ന ഭാഗമാണ് കോശഭിത്തി. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്തിനു സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുന്ന ഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റ്. ഇനി കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റു കോശാംഗങ്ങളാണ്. ഇനി സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സാമ്യവും അവ തമ്മിലുള്ള വ്യത്യാസവും. സാമ്യം എന്തൊക്കെയാണ്? ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, റൈബോസം, കോശസ്തരം, ഫേനം എന്നിവയെല്ലാം ഒരുപോലെയുണ്ട്. ഇനി വ്യത്യസ്തമായിട്ട് കോശഭിത്തി, ക്ലോറോപ്ലാസ്റ്റ് എന്നിവ എന്തിനു മാത്രമേ ഉള്ളൂ? സസ്യകോശങ്ങളിൽ മാത്രമുള്ളതാണ്. ഇനി ചെറുതും വലുതും. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ശരീര വലിപ്പമാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ വളർന്നപ്പോൾ നിങ്ങളുടെ കോശങ്ങളും വളർന്ന് വലുതായല്ലോ, അതുകൊണ്ടാണോ നിങ്ങൾ വളർന്നത്? കോശങ്ങൾ പലതരം. രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ. നോക്കൂ, കുട്ടിയുടെ സംശയം നോക്ക്. ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേതരം കോശങ്ങളായിരിക്കും ഉള്ളത്? അല്ല, വ്യത്യസ്ത തരം കോശങ്ങളായിരിക്കും. കോശങ്ങളിലെ വൈവിധ്യം നോക്കാം. മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളാണ് ഉള്ളത്. ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കോശങ്ങളുടെ കൂട്ടായ്മ. സമാനമായ ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നവയുമായ കോശങ്ങളുടെ കൂട്ടത്തെ കലകൾ എന്ന് പറയുന്നു.
അതായത് സെയിം, സമാനമായിട്ടുള്ള ആകൃതിയും ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തെ എന്ത് പറയുന്നു? കലകൾ എന്നാണ് വിളിക്കുന്നത്. കലകൾ പലതരമുണ്ട്. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണല്ലോ ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണ കലകൾ എന്ന് പറയുന്നത്. ആവരണ കലകൾ. നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് നാഡീകലകൾ, പേശീകോശങ്ങൾ കൂടിച്ചേർന്ന് പേശീകലകൾ എന്നിങ്ങനെ പലതരം കലകൾ ശരീരത്തിലുണ്ട്. അതിൻ്റെയൊക്കെ പിക്ചറാണ് ആവരണ കലകൾ, നാഡീകലകൾ, പേശീകലകൾ. കോശങ്ങൾ ചേർന്ന് കലകൾ രൂപപ്പെടുന്നു തിരിച്ചറിഞ്ഞല്ലോ. കലകൾ ചേർന്ന് വിവിധ തരം അവയവങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഉദാഹരണമാണ് കരൾ, ഹൃദയം ഒക്കെ. അപ്പോൾ കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് വിവിധ തരം അവയവങ്ങൾ ഉണ്ടാകുന്നു. വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവവ്യവസ്ഥയായിട്ട് മാറുന്നു. അപ്പോൾ വേണ്ട അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങൾ ചേർന്ന് അവയവവ്യവസ്ഥ ഉണ്ടാകുന്നു. പിന്നെ അതെല്ലാം കൂടി ഉൾപ്പെട്ടയാണ് ജീവി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ജീവിതയാത്ര തുടങ്ങിയ ഞാനാണല്ലേ ഇത്രയും വലുതായിരിക്കുന്നത്. ജീവലോകം വളരെയധികം വൈവിധ്യം നിറഞ്ഞതാണല്ലോ. ഈ വൈവിധ്യം ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ തന്നെ ആരംഭിക്കുന്നു. ഏകകോശ ജീവി മുതൽ ബഹുകോശ ജീവി വരെ എത്ര തരം ജീവികളാണുള്ളത്. ഇവയെല്ലാം തമ്മിൽ സാദൃശ്യവും വ്യത്യസ്തവും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പ്രകൃതിയുടെ സൗന്ദര്യവും. പ്രകൃതിയെ അറിഞ്ഞും ആസ്വദിച്ചും നോവിക്കാതെയും മുന്നേറാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. ഇതാണ് ഇതിനകത്ത് ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങൾ ചേർന്ന അവയവവ്യവസ്ഥ, പിന്നെ അത് ജീവിയായി മാറുന്നു. ഇങ്ങനെയാണ്. പിന്നെ ഓരോ സസ്യകോശവും ജന്തുകോശവും എന്താണെന്നോ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സസ്യകോശത്തിലുള്ളത് എന്തൊക്കെയാണ്, ജന്തുകോശത്തിലുള്ളത് എന്തൊക്കെയാണ്. ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് സസ്യകോശത്തിലുള്ളത് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റുമാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ധർമ്മമൊക്കെ ഉണ്ട്. ഈ പട്ടിക പഠിക്കണം. കോശസ്തരത്തിൻ്റെ ധർമ്മം, കോശദ്രവ്യം, ന്യൂക്ലിയസിൻ്റെ ധർമ്മം എന്താണ്? കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസാണ്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും അതൊക്കെ ഏതൊക്കെയാണ്? ഇനി റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത് 1665. സെല്ല എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് സെല്ലെന്ന് പറയുന്ന പദം വന്നത്. ഇത്രയൊക്കെയായിരുന്നു ചാപ്റ്റർ. നന്നായി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും. താങ്ക് യു.